ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് ഇപ്പോൾ ഏത് രീതിയിലാണ് കണക്ട് ആവുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ്, 6 ഓഫ് വാണ്ട്സ്, ദ ഫൂൾ എനർജി, നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ളൊരു ഇമോഷൻസ് എന്ന് പറയുന്നത് അവര് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവരെങ്ങോട്ടേക്കാണോ പോയത്, യഥാർത്ഥമായൊരു സ്നേഹമല്ലല്ലോ അവിടെ ലഭിക്കുന്നത്. സ്വന്തം കയ്യില് യഥാർത്ഥമായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഇരുന്നപ്പോഴാണല്ലോ അവർ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇമോഷൻസ് കാണിച്ചിരിക്കുന്നത്. ഒരു ഒറ്റപ്പെടലിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. സ്വന്തം ലൈഫിൽ തന്നെ ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനും നിങ്ങളിലേക്ക് ഒരു forgiveness നടത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം സ്വയം സ്വീകരിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് വേണം. അല്ലെങ്കിൽ ഇത് സ്റ്റക്ക് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ എന്ന് വെച്ചാൽ മുന്നോട്ടേക്ക് ഇതിനെ നയിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള എഫേർട്ട് എടുക്കണം. അതിന് മെയിൻ ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അത് മനസ്സ് തുറന്നുകൊണ്ട് തന്നെ സംസാരിക്കണം. ഇതുവരെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവര് യുക്തിപൂർവമല്ല പെരുമാറിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ടിട്ട് അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തെ വളരെയധികം സൂക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി നിലനിർത്തി എത്രയും വേഗം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, വളരെയധികം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പോസിബിലിറ്റി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തൊക്കെ സിറ്റുവേഷൻസിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഇതിലൊരു തീരുമാനം എടുക്കണം. ബ്ലൈൻഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ കണ്ണുകൾ അടച്ചിട്ട് സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കണ്ണടച്ചൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് ഇവരിൽ ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സക്സസിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്തുമ്പോൾ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ എന്നുകൂടെ ഇവർ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇമോഷണലി നിങ്ങളിലേക്ക് വളരെയധികം ഒരു കണക്ഷൻ, അതും ഒരു ബോണ്ടിങ്ങിലേക്ക് തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.